ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണ് നേരിടുന്ന ബാറ്റിംഗ് സ്ഥാനത്തെ സ്ഥിരതയില്ലായ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും സെലക്ടറുമായ ശ്രീകാന്ത് രംഗത്ത്. ടീം മാനേജ്മെന്റ് സഞ്ജുവിനോട് കാണിക്കുന്നത് ക്രൂരതയാണെന്നും ടോപ്പ് ഓർഡറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരത്തെ നിരന്തരം സ്ഥാനം മാറ്റി പരീക്ഷിക്കുന്നത് നീതിയല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. സഞ്ജു സാംസൺ ഓപ്പണറായി സെഞ്ചുറികൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ്. എന്നാൽ ടീമിലെ മറ്റ് താരങ്ങളുടെ വരവോടെ അദ്ദേഹത്തിന്റെ സ്ഥാനം മധ്യനിരയിലേക്ക് മാറുകയായിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെയും അഭിഷേക് ശർമ്മയുടെയും വരവോടെയാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായത്. 2025 ഏഷ്യ കപ്പിൽ സഞ്ജുവിന് ബാറ്റിംഗ് സ്ഥാനത്ത് ഒട്ടും സ്ഥിരത ലഭിച്ചില്ല. 3 തവണ 5ാം സ്ഥാനത്തും 1 തവണ 3ാം സ്ഥാനത്തുമായിരുന്നു ബാറ്റിംഗ്. അതിലും രൂക്ഷമായ സാഹചര്യം ബംഗ്ലാദേശിനെതിരെ ഉണ്ടായി. അന്ന് 8ാം നമ്പറിലാണ് താരത്തിന് ഇടം നൽകിയത്. ഈ അവസ്ഥയിൽ സഞ്ജുവിനെ പോലെ ടോപ്പ് ഓർഡറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു കളിക്കാരന് വിഷമം തോന്നുമെന്നും എന്നാൽ മിണ്ടാതിരിക്കാൻ നിർബന്ധിതനാണെന്നും ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു. അവസരം ലഭിച്ചാൽ അവർ അദ്ദേഹത്തെ 11ാം സ്ഥാനത്തേക്കും അയച്ചേക്കാമെന്ന് അദ്ദേഹം തമാശയായി കൂട്ടിച്ചേർത്തു. ടീം ആവശ്യപ്പെടുന്നിടത്ത് ബാറ്റ് ചെയ്യുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമില്ലെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി. ബാറ്റിംഗ് സ്ഥാനത്തെ മാറ്റങ്ങൾ സഞ്ജുവിനെ ബാധിച്ചില്ലെങ്കിലും ഏഷ്യ കപ്പിൽ 5ാം സ്ഥാനത്ത് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ശുഭസൂചനയായി ശ്രീകാന്ത് വിലയിരുത്തി. ഇപ്പോൾ T20 ലോകകപ്പിനുള്ള ആദ്യ വിക്കറ്റ് കീപ്പറായി സഞ്ജു തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 5ാം സ്ഥാനത്ത് അദ്ദേഹം ബാറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണ് എന്ന് ശ്രീകാന്ത് തന്റെ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഓസ്ട്രേലിയക്കെതിരെ ആദ്യ T20 മത്സരത്തിലെ ഇന്ത്യൻ പ്ലേയിംഗ് 11 തന്നെയായിരിക്കും 2026 T20 കപ്പിൽ കളിക്കുകയെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് അദ്ദേഹം പ്രവചിച്ചത്. ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവ്. നിലവിൽ കളിച്ച ടീമിൽ ഹർഷിത് റാണയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യ 11ൽ ഇടം നേടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഹാർദിക് 11ാം സ്ഥാനത്തായിരിക്കും കളിക്കുകയെന്നും ശ്രീകാന്ത് സൂചിപ്പിച്ചു. 3 സ്പിന്നർമാരെ കളിപ്പിക്കാനുള്ള സാധ്യത കാരണം ഈ കോമ്പിനേഷനിൽ അർഷദ്ദീപ് സിംഗിന് വീണ്ടും അവസരം നഷ്ടമായേക്കാമെന്നും ശ്രീകാന്ത് പറഞ്ഞു. ഓൾറൗണ്ടർ ശിവം ദുബെയെ ടീമിൽ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും ശ്രീകാന്ത് എടുത്തു പറഞ്ഞു. ദുബെ കളിച്ചിട്ടുള്ളപ്പോഴെല്ലാം ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല. മീഡിയം പേസ് ബൗളിംഗിലൂടെ പോലും അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്താറുണ്ട്. അതിനാൽ അദ്ദേഹം നിങ്ങളുടെ 6ാമത്തെ ഓപ്ഷനാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. T20 ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീം ഏകദേശം സജ്ജമായി കഴിഞ്ഞുവെന്നും ഇനി വേണ്ടത് മാച്ച് പ്രാക്ടീസിലൂടെ താളത്തിലേക്ക് കടക്കുക മാത്രമാണെന്നും ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു.